ലോക ക്രിക്കറ്റിലെ ഏറ്റവും വലിയ ശക്തിയും ധനികവുമായ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് 2023-24 സാമ്പത്തിക വർഷത്തിൽ തങ്ങളുടെ വരുമാന കണക്കുകൾ പുറത്തുവിട്ടപ്പോൾ അത് ക്രിക്കറ്റ് ലോകത്ത് പുതിയൊരു ചരിത്രമാണ് കുറിച്ചത്. പ്രതീക്ഷകളെയും കടത്തിവെട്ടി 9,741.7 കോടി രൂപയുടെ റെക്കോർഡ് വരുമാനമാണ് BCCI ഈ കാലയളവിൽ നേടിയെടുത്തത്. ഈ നേട്ടം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ സുവർണകാലം ഉറപ്പിക്കുന്നു. ഈ അതിശയകരമായ വരുമാന വർധനവിനു പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് മറ്റാരുമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് മാമാങ്കമായ ഇന്ത്യൻ പ്രീമിയർ ലീഗ് തന്നെയാണ്. BCCIയുടെ ആകെ വരുമാനത്തിന് സിംഹഭാഗവും, അതായത് 59%, IPL നിന്നാണ് ഒഴുകിയെത്തിയത്. ഈ കണക്കുകൾ IPL ഇന്ത്യൻ ക്രിക്കറ്റിന്റെ സാമ്പത്തിക നട്ടെല്ലായി എങ്ങനെ മാറിയെന്ന് വ്യക്തമാക്കുന്നു. 2007 കേവലം ഒരു പ്രാദേശിക 2020 ലീഗ് എന്ന നിലയിൽ ആരംഭിച്ച IPL ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകർക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിനോദമായി മാറിയിരിക്കുന്നു. അതിന്റെ വളർച്ച ഒരു പ്രതിഭാസമാണ്. തുടക്കം മുതൽക്കേ IPL ലോകത്തിലെ 1-ാം നമ്പർ ക്രിക്കറ്റ് ലീഗായി മാറുകയും BCCIയുടെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സായി പരിണമിക്കുകയും ചെയ്തു. നിലവിൽ 10 ടീമുകൾ മാറ്റുരയ്ക്കുന്ന ഈ ലീഗ് ഓരോ വർഷവും പുതിയ റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് മുന്നേറുകയാണ്. ഇന്ത്യയിലെ യുവ പ്രതിഭകൾക്ക് ലോകത്തിന് മുന്നിൽ തങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ ഒരു മികച്ച വേദി ഒരുക്കുന്നതിലും അനുഭവസമ്പന്നരായ കളിക്കാർക്ക് വീണ്ടും അവസരങ്ങൾ നൽകുന്നതിലും IPL വഹിക്കുന്ന പങ്ക് ചെറുതല്ല. IPLന്റെ ഈ അവിശ്വസനീയമായ വിജയത്തിന് പിന്നിൽ പല ഘടകങ്ങളുണ്ട്. ടെലിവിഷൻ സംപ്രേഷണാവകാശം, ടൈറ്റിൽ സ്പോൺസർഷിപ്പുകൾ, അസോസിയേറ്റ് സ്പോൺസർഷിപ്പുകൾ, പരസ്യം, മത്സര ദിനത്തിലെ ടിക്കറ്റ് വരുമാനം എന്നിവയെല്ലാം BCCIക്ക് വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കി. ഓരോ വർഷവും ഈ മേഖലകളിൽ നിന്നുള്ള വരുമാനം കുതിച്ചുയരുന്നത് BCCIയുടെ സാമ്പത്തിക അടിത്തറയെ കൂടുതൽ കരുത്തുറ്റതാക്കുന്നു. കഴിഞ്ഞ IPL സീസണിന് ശേഷം അമേരിക്കൻ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കായ ഹുളിഹാൻ ലോക്കി നടത്തിയ ഒരു പഠനം IPLന്റെ വാണിജ്യപരമായ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് വെളിപ്പെടുത്തി. ഈ പഠനം അനുസരിച്ച് ലീഗിന്റെ ബിസിനസ് മൂല്യം 1.56 ലക്ഷം കോടി രൂപയായി ഉയർന്നതായി കണ്ടെത്തി. ഇത് കഴിഞ്ഞ സീസണിലെ 1.34 ലക്ഷം കോടി രൂപയിൽ നിന്നുള്ള ഗണ്യമായ വർധനമാണ്. അതോടൊപ്പം തന്നെ IPLന്റെ ബ്രാൻഡ് മൂല്യം 32,721 കോടി രൂപയായി കുതിച്ചുയർന്നു. കഴിഞ്ഞ സീസണിലെ 27,958 കോടി രൂപയിൽ നിന്നാണ് ഈ വലിയ വളർച്ച. ഇത് IPL എന്ന ബ്രാൻഡിന്റെ ആഗോള സ്വീകാര്യതയും ശക്തിയും എടുത്തു കാണിക്കുന്നു. വലിയ കോർപ്പറേറ്റുകളും ബ്രാൻഡുകളും IPLുമായി സഹകരിക്കാൻ മത്സരിക്കുകയാണ്. ടാറ്റ ഗ്രൂപ്പ് 2028 വരെ IPLന്റെ ടൈറ്റിൽ സ്പോൺസർഷിപ്പ് കരാർ നീട്ടിയതിലൂടെ മാത്രം BCCIക്ക് 2,500 കോടി രൂപയാണ് ലഭിച്ചത്. ഇത് ലീഗിന്റെ വിശ്വാസ്യതയും ആകർഷണീയതയും വ്യക്തമാക്കുന്നു. ഇതിനു പുറമെ അസോസിയേറ്റ് സ്പോൺസർഷിപ്പുമാരിൽ നിന്നും 1,485 കോടി രൂപയും BCCIക്ക് ലഭിച്ചു. ഇത് കഴിഞ്ഞ തവണത്തേക്കാൾ 25% വർധനമാണ് രേഖപ്പെടുത്തിയത്. ഈ കണക്കുകൾ ഒരു കാര്യം വ്യക്തമാക്കുന്നു: IPL കേവലം ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് എന്നതിലുപരി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ സാമ്പത്തിക കുതിപ്പിന്റെ ചാലക ശക്തിയാണ്. IPLൽ നിന്നുള്ള വരുമാനം ഒരു വലിയ ഘടകമാണെങ്കിലും BCCIയുടെ വരുമാനം അതിൽ മാത്രം ഒതുങ്ങുന്നില്ല. മറ്റ് നിരവധി വരുമാന സ്രോതസ്സുകളും BCCIയുടെ ഈ റെക്കോർഡ് നേട്ടത്തിന് പിന്നിലുണ്ട്. IPL ഒഴികെയുള്ള അന്താരാഷ്ട്ര മത്സരങ്ങളുടെ സംപ്രേഷണാവകാശം വിറ്റതിലൂടെയും മറ്റു നിരവധി വരുമാന സ്രോതസ്സുകളും BCCIയുടെ ഈ റെക്കോർഡ് നേട്ടത്തിന് പിന്നിലുണ്ട്. IPL ഒഴികെയുള്ള അന്താരാഷ്ട്ര മത്സരങ്ങളുടെ സംപ്രേഷണാവകാശം വിറ്റതിലൂടെയും മറ്റു മീഡിയ റൈറ്റ്സുകളിലൂടെയും 361 കോടി രൂപയാണ് BCCI നേടിയത്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൽ നിന്നുള്ള വാർഷിക വിഹിതവും BCCIയുടെ വരുമാനത്തിൽ വലിയ പങ്ക് വഹിക്കുന്നു. 2023-24 സാമ്പത്തിക വർഷത്തിൽ ICC വിഹിതമായി 1,042 കോടി രൂപയാണ് BCCIക്ക് ലഭിച്ചത്. BCCIയുടെ കൈവശമുള്ള ഭീമമായ കരുതൽ ധനത്തിൽ നിന്നുള്ള പലിശയും വലിയൊരു വരുമാന മാർഗമാണ്. സാമ്പത്തിക വിദഗ്ധരുടെ കണക്കുകൾ പ്രകാരം 30,000 കോടിയോളം രൂപയാണ് BCCIയുടെ പക്കലുള്ള കരുതൽ ധനം. ഈ വലിയ തുക ബാങ്കുകളിൽ നിക്ഷേപിച്ചിരിക്കുന്നതിലൂടെ പ്രതിവർഷം 1,000 കോടി രൂപയോളം പലിശയായി മാത്രം BCCIക്ക് ലഭിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. കഴിഞ്ഞ വർഷം ഇത് 987 കോടി രൂപയായിരുന്നു. ഈ വലിയ തുക BCCIയുടെ സാമ്പത്തിക ഭദ്രത ഊട്ടിയുറപ്പിക്കുന്നു. സമീപകാലത്ത് ആരംഭിച്ച വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റും BCCIയുടെ വരുമാന പട്ടികയിൽ പുതിയൊരു അധ്യായം കുറിച്ചിട്ടുണ്ട്. വനിതാ പ്രീമിയർ ലീഗിലൂടെ 378 കോടി രൂപയുടെ ലാഭമാണ് BCCIക്ക് ലഭിച്ചത്. ഇത് വനിതാ ക്രിക്കറ്റിന്റെ വളർച്ചയ്ക്കും BCCIയുടെ സാമ്പത്തിക മുന്നേറ്റത്തിനും ഒരുപോലെ സഹായകരമാണ്. ദേശീയ ടീമിന്റെ മത്സരങ്ങളുടെ ടെലിവിഷൻ സംപ്രേഷണ കരാർ വിൽപ്പന, ഇന്ത്യൻ ടീമിന്റെ വിദേശ പര്യടനങ്ങളിലൂടെ ലഭിക്കുന്ന തുക എന്നിവയും BCCIയുടെ പ്രധാന വരുമാന മാർഗങ്ങളിൽ പെടുന്നു. ഓരോ ഇന്ത്യൻ ടീമിന്റെ മത്സരവും ഒരു വലിയ സാമ്പത്തിക ഇടപാടായി മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. സാമ്പത്തിക വളർച്ചയുടെ അവിശ്വസനീയമായ കുതിപ്പ് BCCIയുടെ സാമ്പത്തിക വളർച്ച കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിക്കുന്നതാണ്. 2021-22 സാമ്പത്തിക വർഷത്തിൽ 4,360 കോടി രൂപയായിരുന്നു BCCIയുടെ വരുമാനം. 2022-23 ഇത് 6,820 കോടി രൂപയായി കുതിച്ചുയർന്നു. അവിടെ നിന്നാണ് 2023-24 സാമ്പത്തിക വർഷത്തിൽ 974.7 കോടി രൂപയെന്ന റെക്കോർഡ് വരുമാനത്തിലേക്ക് എത്തിയത്. കഴിഞ്ഞ 2 വർഷം കൊണ്ട് മാത്രം ആകെ വരുമാനത്തിൽ ഏകദേശം 5,000 കോടി രൂപയുടെ ഞെട്ടിക്കുന്ന വർധനമാണ് ഉണ്ടായത്. ഈ വളർച്ച ലോക ക്രിക്കറ്റിലെ മറ്റേത് ബോർഡിനും ഒരു മാതൃകയാണ്. റെഡി ഫ്യൂഷൻ മേധാവി സന്ദീപ് ഗോയൽ ചൂണ്ടിക്കാട്ടിയതനുസരിച്ച് BCCIയുടെ ഭാവി വളർച്ചാ സാധ്യതകളും വളരെ വലുതാണ്.
സ്പോൺസർഷിപ്പുകൾ, മീഡിയ ഡീലുകൾ, മത്സരദിന വരുമാനം എന്നിവയെല്ലാം കണക്കിലെടുത്താൽ പ്രതിവർഷം 10 മുതൽ 12% വരെ BCCIയുടെ വാർഷിക വരുമാനത്തിൽ വളർച്ചയ്ക്ക് സാധ്യതയുണ്ട്. ഈ സ്ഥിരമായ വളർച്ച ഇന്ത്യൻ ക്രിക്കറ്റിന് ഭാവിയിൽ കൂടുതൽ സാമ്പത്തിക സ്ഥിരതയും ലോക ക്രിക്കറ്റിലെ ആധിപത്യവും ഊട്ടിയുറപ്പിക്കുന്നു. ആഭ്യന്തര ക്രിക്കറ്റിന്റെ വാണിജ്യവൽക്കരണം BCCIക്ക് മുന്നിൽ ഇനിയും വലിയ സാമ്പത്തിക സാധ്യതകളുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യയുടെ മുൻനിര ആഭ്യന്തര റെഡ് ബോൾ ടൂർണമെന്റായ രഞ്ജി ട്രോഫി ഉൾപ്പെടെയുള്ള ആഭ്യന്തര മത്സരങ്ങൾ വാണിജ്യവൽക്കരിക്കുന്നത് BCCIക്ക് വലിയ വരുമാനം നേടിക്കൊടുക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ ഈ സാധ്യതകൾ BCCI പൂർണ്ണമായും പ്രയോജനപ്പെടുത്തിയിട്ടില്ലെന്നാണ് വിലയിരുത്തൽ. ആഭ്യന്തര ക്രിക്കറ്റിന് കൂടുതൽ പ്രാധാന്യം നൽകുകയും അത് കൂടുതൽ ജനപ്രിയമാക്കുകയും അതുവഴി കൂടുതൽ സ്പോൺസർമാരെയും കാണികളെയും ആകർഷിക്കുകയും ചെയ്യുന്നത് BCCIയുടെ വരുമാനം ഇനിയും വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഗ്രാസ് റൂട്ട് തലത്തിൽ ക്രിക്കറ്റിനെ ശക്തിപ്പെടുത്തുന്നതിനും കൂടുതൽ യുവ പ്രതിഭകളെ കണ്ടെത്താനും ഇത് സഹായകരമാകും. ഈ സാമ്പത്തിക നേട്ടങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവിക്കും കളിക്കാർക്കും വലിയൊരു മുതൽക്കൂട്ടാണ്. മികച്ച സൗകര്യങ്ങളും പരിശീലനവും നൽകുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും യുവ പ്രതിഭകളെ കണ്ടെത്തി വളർത്തുന്നതിനും ഇത് BCCIയെ സഹായിക്കുന്നു. ലോക ക്രിക്കറ്റിലെ പണച്ചാക്ക് എന്ന് വിശേഷിപ്പിക്കാവുന്ന BCCIയുടെ ഈ കുതിപ്പ് ഇന്ത്യൻ ക്രിക്കറ്റിനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. വരുന്ന വർഷങ്ങളിലും ഈ സാമ്പത്തിക വിജയം തുടരുമെന്നും ലോക ക്രിക്കറ്റിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ സുരക്ഷിതമാകുമെന്നും നമുക്ക് ഉറച്ചു വിശ്വസിക്കാം.